ഈശോയെ ആദ്യമായി തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആദ്യ കുർബാന സ്വീകരണത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുണ്യങ്ങൾ എന്നതിനെ കുറിച്ചാണ്. നന്മ ചെയ്യുവാനുള്ള തഴക്കവും ഉറപ്പുള്ള മനോഭാവവുമാണ് പുണ്യം. എന്താണ് ഈ മനോഭാവം? മനോഭാവത്തിൽ നിന്നാണ് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും രൂപം കൊള്ളുന്നത്. നന്മ ചെയ്യുന്ന ശീലം ഒരു വ്യക്തിയെ നല്ല പ്രവൃത്തി ചെയ്യുവാൻ മാത്രമല്ല, തനിക്ക് സാധിക്കുന്നതിൻ്റെ പരമാവധി നന്മ ചെയ്യുവാൻ അനുവദിക്കുന്നു. നിസായിലെ വിശുദ്ധ ഗ്രിഗറി ഇപ്രകാരം പറയുന്നു: സുഹൃതമുള്ള വ്യക്തി തൻ്റെ ബാഹ്യ ആന്തരിക ശക്തികൾ കൊണ്ട് നന്മയിലേക്ക് ചായുന്നു, നന്മയെ പിന്തുടരുന്നു, നന്മ ചെയ്യുന്നു. ഇങ്ങനെയുള്ള സുഹൃത സമ്പന്നമായ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവികതയിലേക്ക് സ്വാംശീകരിക്കപ്പെടുക എന്നതാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനത്തിലും പുണ്യങ്ങളെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവേനെന്ന്. അത് നമുക്ക് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. പുണ്യങ്ങൾ രണ്ട് വിധമാണ് ഉള്ളത്: മാനുഷിക പുണ്യങ്ങളും ദൈവിക പുണ്യങ്ങളും. ഏതൊക്കെയാണ് ഈ ദൈവിക പുണ്യങ്ങൾ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നിങ്ങൾക്കറിയാവോ ഏതൊക്കെയാണ് ഈ മാനുഷിക പുണ്യങ്ങളെന്ന്? മാനുഷിക പുണ്യങ്ങളാണ് വിവേകം, നീതി, മനസ്ഥൈര്യം, ദൈവഭക്തി, അനുസരണം, സംയമനം, എളിമ എന്നിവ. ഈ മാനുഷിക പുണ്യങ്ങൾ നമ്മുടെ ധാർമ്മിക ജീവിതം എളുപ്പമാക്കുന്നു. മാനുഷിക പുണ്യങ്ങൾ യുക്തിക്കും വിശ്വാസത്തിനും അനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളെ ഭരിക്കുന്നു, വികാരങ്ങളെ നിയന്ത്രിക്കുന്നു, പെരുമാറ്റങ്ങളെ നയിക്കുന്നു. കൂട്ടുകാരെ, നമുക്ക് ആദ്യമായി വിവേകം എന്ന മാനുഷിക പുണ്യത്തെപ്പറ്റി ഒന്ന് നോക്കാം. എന്താണ് വിവേകം? നമ്മളെല്ലാവരും വിവേകമുള്ളവരാണ്. വിശുദ്ധ ബൈബിളിൽ വിവേകമുള്ള ഒരു രാജാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആരാണത്? അതെ, സോളമൻ മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ വിവേകം ഈ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള കഴിവ്, അതാണ് വിവേകം. എല്ലാറ്റിലും ഉത്തമമായ നന്മ സ്വീകരിക്കുന്നതിന് നമ്മുടെ പ്രായോഗിക ബുദ്ധിയെ പ്രേരിപ്പിക്കുന്ന സുഹൃതമാണ് വിവേകം. ബുദ്ധിയും വിശ്വാസവും വിവേകമെന്ന പുണ്യത്തിൽ ഒരുമിക്കുന്നു. വിവേകത്തിന് പ്രധാനമായും 3 ഘടകങ്ങളാണ് ഉള്ളത്: ഗാഢമായ വിചിന്തനം, 2 ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, 3 ശരിയായ നിർവഹണം. പുണ്യ ജീവിതത്തിനും ദൈവൈക്യത്തിനും വിവേകമെന്ന പുണ്യം ആവശ്യമാണ്. വിവേകത്തോടെയുള്ള തീരുമാനം നമുക്ക് മറ്റുള്ളവർക്കും നന്മയായി ഭവിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ വിവേകത്തെക്കുറിച്ച് ഇപ്രകാരം പ്രതിപാദിക്കുന്നു: വിവേകിയായ മനുഷ്യൻ തൻ്റെ മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിലും നാം ഇപ്രകാരം കാണുന്നു: സർപ്പങ്ങളെ പോലെ വിവേകിയും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവേനെന്ന്.
അടുത്തതായി നമുക്ക് നീതി എന്ന മാനുഷിക പുണ്യത്തെക്കുറിച്ച് കാണാം. എല്ലാ ക്രിസ്തീയ പുണ്യങ്ങളുടെയും സമാഹാരമായി നീതിയെ നമുക്ക് പരിഗണിക്കാം. അവരിന് അർഹമായവ ന്യായമായി നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുണ്യമാണ് നീതി. നമുക്ക് എവിടെയൊക്കെയാണ് ഈ പുണ്യം ആവശ്യമായിട്ടുള്ളത്? വ്യക്തിപരവും സാമൂഹികപരവുമായ ജീവിതത്തിൽ സമാധാനവും ക്രമവും കൈവരിക്കുവാൻ നമുക്ക് നീതി ആവശ്യമാണ്. ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങളിൽ, സ്വന്തം ജീവിതത്തിന്റെ കടമകളിൽ, മറ്റുള്ളവരോടുള്ള സംസർഗത്തിൽ സത്യസന്ധത പാലിക്കുവാൻ നീതി ആവശ്യമാണ്. അനീതിയായവയെ തിരിച്ചറിയുവാനും നമുക്ക് നീതി എന്ന മാനുഷിക പുണ്യം ആവശ്യമാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ദൈവഭക്തി എന്ന പുണ്യത്തെക്കുറിച്ചാണ്. നാം എല്ലാവരും ദൈവഭക്തിയുള്ളവരാണ്, അല്ലേ? പ്രത്യേകിച്ച് ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യമായി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരും. എന്താണ് ഈ ദൈവഭക്തി? സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമായ ത്രിയേക ദൈവത്തെ ആരാധിക്കുക സൃഷ്ടികളായ എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. അവിടത്തേക്ക് നന്ദി അർപ്പിക്കുക, മഹത്വപ്പെടുത്തുക, നാം പാപികളായതിനാൽ അനുതാപ മനോഭാവം പുലർത്തുക, ആവശ്യങ്ങളിൽ എളിമയോടെ അറിയിക്കുക തുടങ്ങിയവയും ദൈവഭക്തിയുടെ ഭാഗങ്ങളാണ്. അടുത്തതായി നമുക്ക് അനുസരണം എന്ന മാനുഷിക പുണ്യത്തെക്കുറിച്ച് ഒന്ന് പരിശോധിച്ചു നോക്കാം. 10 കൽപ്പനകളിൽ നാം കാണുന്നതാണ് നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണമെന്നത്. ഞാനും നിങ്ങളും അനുസരണയുള്ളവരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കളെ മാത്രമല്ല, നമ്മളെക്കാൾ മുതിർന്ന എല്ലാവരോടും നാം അനുസരണയുള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് അധികാരികളെ ദൈവത്തിൻ്റെ പ്രതിനിധികളായി കണ്ട് കീഴ്വഴങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുണ്യം കൂടിയാണ് ഈ അനുസരണം. ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കലാണ് അനുസരണം. നമുക്ക് മുതിർന്നവരെ അനുസരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കോട്ടവും സംഭവിക്കുകയില്ല എന്നും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാം മറ്റുള്ളവരെ അനുസരിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് അനുസരിക്കുന്നത് എന്ന ബോധ്യവും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതായത് നമുക്ക് ദാനമായി ലഭിച്ച സ്വതന്ത്ര മനസ്സിനെ ദൈവത്തിൻ്റെ മനസ്സിന് സന്തോഷത്തോടെ പൂർണ്ണമായി വിധേയപ്പെടുന്നതാണ് അനുസരണം. പിതാവായ അബ്രഹാമിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അനുസരണം എനിക്കും നിങ്ങൾക്കും മാതൃകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന് വിധേയപ്പെട്ടിരിക്കുന്നത് എന്ന്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ക്രിസ്തു തന്നെയും മരണം വരെ അനുസരണയുള്ളവനായിരുന്നു എന്ന്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1-2 തിരുവചനം ഇപ്രകാരം പറയുന്നു: ഓരോരുത്തരും അധികാരികൾക്ക് വിധേയപ്പെട്ടിരിക്കട്ടെ. ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല,
അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെ തന്നെയാണ് ധിക്കരിക്കുന്നത്. അവൻ തനിക്കു തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കുന്നു എന്ന്. അടുത്തതായി നമുക്ക് മനസ്ഥൈര്യം എന്ന മാനുഷിക പുണ്യത്തെക്കുറിച്ച് നോക്കാം. ജീവിതത്തിന്റെ വിഷമതകളെയും വെല്ലുവിളികളെയും രോഗം, മരണം തുടങ്ങിയവയും ഭയപ്പെടാതെ ജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന പുണ്യമാണ് മനസ്ഥൈര്യം. ദൈവോന്മുഖമായ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നവയെ ഭയപ്പെടാതെ അതിജീവിക്കുകയാണ് ഈ പുണ്യത്തിന്റെ പ്രഥമ കൃത്യം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. അങ്ങനെ അകന്നു പോകാതെ നമ്മെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്ന പുണ്യമാണ് മനസ്ഥൈര്യം. ആദ്യ കുർബാന സ്വീകരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം, നമുക്ക് എന്ത് ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടായാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നത്. അങ്ങനെ വിഷമതകളിൽ നമ്മെ ഒറ്റയ്ക്കാക്കി പോകുന്ന ദൈവമല്ല നമുക്കുള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ എത്ര വിഷമതകളേറിയതായാലും നമ്മുടെ കടമകൾ നിർവഹിക്കുന്നതിനും അവ പൂർത്തീകരിക്കുന്നതിനും ദൃഢനിശ്ചയത്തോടെ മഹാമനസ്കതയും സ്ഥിര പരിശ്രമവും അതിൻ്റെ ഭാഗമായുണ്ടാകുന്ന സഹനവും ഈ പുണ്യത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി മനസ്ഥൈര്യം പ്രകടിപ്പിക്കുന്നത് തെറ്റാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ 2 കൊറിന്തോസ് 10-ാം അധ്യായം 7-ഉം 17-ഉം 18-ഉം തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു: അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവിനെ പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വീണ്ടും ഈ പുണ്യത്തെക്കുറിച്ച് കാണുന്നു: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഈ തിരുവചനം നിങ്ങൾക്ക് ഒരു സുഹൃത് ജപമായി എന്നും മനസ്സിൽ കരുതാൻ പറ്റുന്ന ഒരു തിരുവചനം കൂടെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്ക് മനസ്സിൽ ഉരുവിടാം: എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലൂടെ എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്നത്.
കൂട്ടുകാരെ, നമുക്ക് ആദ്യമായി വിവേകം എന്ന മാനുഷിക പുണ്യത്തെപ്പറ്റി ഒന്ന് നോക്കാം. എന്താണ് വിവേകം? നമ്മളെല്ലാവരും വിവേകമുള്ളവരാണ്. വിശുദ്ധ ബൈബിളിൽ വിവേകമുള്ള ഒരു രാജാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആരാണത്? അതെ, സോളമൻ മഹാരാജാവ്. അദ്ദേഹത്തിന്റെ വിവേകം ഈ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള കഴിവ്, അതാണ് വിവേകം. എല്ലാറ്റിലും ഉത്തമമായ നന്മ സ്വീകരിക്കുന്നതിന് നമ്മുടെ പ്രായോഗിക ബുദ്ധിയെ പ്രേരിപ്പിക്കുന്ന സുഹൃതമാണ് വിവേകം. ബുദ്ധിയും വിശ്വാസവും വിവേകമെന്ന പുണ്യത്തിൽ ഒരുമിക്കുന്നു. വിവേകത്തിന് പ്രധാനമായും 3 ഘടകങ്ങളാണ് ഉള്ളത്. ഗാഢമായ വിചിന്തനം, 2 ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, 3 ശരിയായ നിർവഹണം. പുണ്യ ജീവിതത്തിനും ദൈവൈക്യത്തിനും വിവേകമെന്ന പുണ്യം ആവശ്യമാണ്. വിവേകത്തോടെയുള്ള തീരുമാനം നമുക്ക് മറ്റുള്ളവർക്കും നന്മയായി ഭവിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ വിവേകത്തെക്കുറിച്ച് ഇപ്രകാരം പ്രതിപാദിക്കുന്നു: വിവേകിയായ മനുഷ്യൻ തൻ്റെ മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിലും നാം ഇപ്രകാരം കാണുന്നു: സർപ്പങ്ങളെ പോലെ വിവേകിയും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവേനെന്ന്. അടുത്തതായി നമുക്ക് നീതി എന്ന മാനുഷിക പുണ്യത്തെക്കുറിച്ച് കാണാം. എല്ലാ ക്രിസ്തീയ പുണ്യങ്ങളുടെയും സമാഹാരമായി നീതിയെ നമുക്ക് പരിഗണിക്കാം. അപരന് അർഹമായവ ന്യായമായി നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുണ്യമാണ് നീതി. നമുക്ക് എവിടെയൊക്കെയാണ് ഈ പുണ്യം ആവശ്യമായിട്ടുള്ളത്? വ്യക്തിപരവും സാമൂഹികപരവുമായ ജീവിതത്തിൽ സമാധാനവും ക്രമവും കൈവരിക്കുവാൻ നമുക്ക് നീതി ആവശ്യമാണ്. ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങളിൽ, സ്വന്തം ജീവിതത്തിന്റെ കടമകളിൽ, മറ്റുള്ളവരോടുള്ള സംസർഗത്തിൽ സത്യസന്ധത പാലിക്കുവാൻ നീതി ആവശ്യമാണ്. അനീതിയായവയെ തിരിച്ചറിയുവാനും നമുക്ക് നീതി എന്ന മാനുഷിക പുണ്യം ആവശ്യമാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ദൈവഭക്തി എന്ന പുണ്യത്തെക്കുറിച്ചാണ്. നാം എല്ലാവരും ദൈവഭക്തിയുള്ളവരാണ്, അല്ലേ? പ്രത്യേകിച്ച് ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യമായി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരും. എന്താണ് ഈ ദൈവഭക്തി? സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമായ ത്രിയേക ദൈവത്തെ ആരാധിക്കുക സൃഷ്ടികളായ എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. അവിടത്തേക്ക് നന്ദി അർപ്പിക്കുക, മഹത്വപ്പെടുത്തുക, നാം പാപികളായതിനാൽ അനുതാപ മനോഭാവം പുലർത്തുക,
ആവശ്യങ്ങളിൽ എളിമയോടെ അറിയിക്കുക തുടങ്ങിയവയും ദൈവഭക്തിയുടെ ഭാഗങ്ങളാണ്. അടുത്തതായി നാം കാണേണ്ട ദൈവിക പുണ്യമാണ് പ്രത്യാശ എന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ യുവതലമുറയ്ക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു ദൈവിക പുണ്യമാണ് പ്രത്യാശ എന്നത്. നാം പ്രത്യാശയുള്ളവരായിരിക്കണം. ജീവിതത്തിന്റെ പല ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യങ്ങളിലും പ്രത്യാശ നമ്മെ മുന്നോട്ട് നയിക്കും. സർവ നന്മയായ ദൈവത്തെ ആഗ്രഹിക്കുവാനും പ്രാപിക്കുവാനും ദൈവം എന്നെ സഹായിക്കും എന്ന ഉറപ്പ് തരുന്ന ദൈവിക പുണ്യമാണ് പ്രത്യാശ. ഇതിന്റെ പ്രഥമവും പ്രധാനവുമായ വിഷയം ദൈവം തന്നെയാണ്, നിത്യരക്ഷയാണ്. അത് പ്രാപിക്കാനുള്ള ഉപാധികളും പ്രത്യാശയുടെ വിഷയം തന്നെയാണ്. ഈ പുണ്യമാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതും നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമാക്കുന്നതും നിത്യ സൗഭാഗ്യത്തിനായി പ്രയത്നിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും. ലോകത്തിന്റെ മോഹങ്ങൾക്ക് നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നും അവ ക്ഷണികങ്ങളാകയാൽ ക്രമേണ അസംതൃപ്തി ഉളവാക്കുമെന്നും ഈ പുണ്യം നമ്മെ പഠിപ്പിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? എൻ്റെ കൂട്ടുകാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ലോകത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും നമ്മെ തളർത്താൻ പാടില്ല. കാരണം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കും നമ്മെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം.
ദൈവിക പുണ്യങ്ങളിൽ ഏറ്റവും വിശിഷ്ടവും അത്യാവശ്യവുമായ പുണ്യമാണ് സ്നേഹം. നമുക്ക് സ്നേഹം എന്ന പുണ്യത്തെക്കുറിച്ച് കാണാം. ഞാനും നിങ്ങളും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. എല്ലാറ്റിലും ഉപരിയായ ദൈവത്തെയും ദൈവത്തെ പ്രതി മറ്റുള്ളവരെയും സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ പ്രഥമ വിഷയം ദൈവം തന്നെയാണ്. കാരണം എൻ്റെ അസ്തിത്വത്തിൻ്റെ ആരംഭവും സമാശ്വാസത്തിൻ്റെ വിഷയവും ദൈവം തന്നെയാണ്. നമുക്ക് ലഭിച്ച നന്മകൾക്ക് നന്മ പറയുന്നതല്ല, അതിൻ്റെ ദാതാവായ ദൈവത്തെ സ്വീകരിക്കുന്നതാണ് സ്നേഹം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന് ദൈവത്തിനു വേണ്ടി അല്ല, നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ദൈവത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്. യേശു തൻ്റെ പുതിയ കൽപ്പനയായി നമുക്ക് നൽകിയിട്ടുള്ളത് ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. സ്നേഹം കൊണ്ട് ദൈവത്തെയും ലോകത്തെയും കീഴടക്കിയ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി. കൂട്ടുകാരെ, അടുത്തതായി നമുക്ക് പ്രധാന പുണ്യപ്രവൃത്തികൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയാലോ. പ്രധാനമായും 3 പുണ്യപ്രവൃത്തികളാണുള്ളത്: നോമ്പ്, പ്രാർത്ഥന, ദാനധർമ്മം. കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് 14 എണ്ണമുണ്ട്. എന്താണ് ഈ കാരുണ്യ പ്രവൃത്തികൾ? ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും പ്രകടമാക്കുവാനുള്ള ശുശ്രൂഷകളാണ് കാരുണ്യ പ്രവൃത്തികൾ. കാരുണ്യ പ്രവൃത്തികളെ നമുക്ക് പ്രധാനമായും 2ആയി തിരിക്കാം: ശാരീരികമെന്നും ആധ്യാത്മികമെന്നും. ശാരീരികമായി നമുക്ക് 7 കാരുണ്യ പ്രവൃത്തികളാണുള്ളത്. അതുപോലെ തന്നെ ആധ്യാത്മികമായും നമുക്ക് 7 കാരുണ്യ പ്രവൃത്തികളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ഈ ശാരീരിക കാരുണ്യ പ്രവർത്തികളെന്ന് നോക്കിയാലോ. ഒന്നാമതായി, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. രണ്ടാമത്, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക. 3, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക. 4, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക. 5, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുക. 6, അവശരെ സഹായിക്കുക. 7, മരിച്ചവരെ സംസ്കരിക്കുക. കൂട്ടുകാരെ, ഈശോ ഈ പുണ്യപ്രവൃത്തികളെ കുറിച്ച് ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. തൻ്റെ 2ാം വരവിൽ ഈശോ ജനങ്ങളെ 2 തരക്കാരായി തിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവയൊക്കെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ ഈ കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് പങ്കുചേരാം.
അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ദൈവഭക്തി എന്ന പുണ്യത്തെക്കുറിച്ചാണ്. നാം എല്ലാവരും ദൈവഭക്തിയുള്ളവരാണ് അല്ലേ? പ്രത്യേകിച്ച് ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യമായി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരും. എന്താണ് ഈ ദൈവഭക്തി? സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമായ ത്രിയേക ദൈവത്തെ ആരാധിക്കുക സൃഷ്ടികളായ എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. അവിടത്തേക്ക് നന്ദി അർപ്പിക്കുക, മഹത്വപ്പെടുത്തുക, നാം പാപികളായതിനാൽ അനുതാപ മനോഭാവം പുലർത്തുക, ആവശ്യങ്ങളിൽ എളിമയോടെ അറിയിക്കുക തുടങ്ങിയവയും ദൈവഭക്തിയുടെ ഭാഗങ്ങളാണ്.